ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ പ്രസാദ്. ഇംഗ്ലീഷ് അപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കൊക്കെ അതിമനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇഷ്ടമുള്ള കാര്യമാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കാറുണ്ടല്ലേ. പലപ്പോഴൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടും നമുക്ക് വേണ്ട വിധത്തിൽ കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കാത്തതായി വന്നു ചേരാറുണ്ടല്ലേ. അങ്ങനെ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം ദുഃഖമാണല്ലേ. എനിക്ക് പണ്ട് മുതലേ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു, ഞാൻ ഇപ്പൊ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് വൈകിപ്പോയി, ഇനി എനിക്ക് ഇംഗ്ലീഷ് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് ഇംഗ്ലീഷ് ഇനി പഠിയില്ല, ഇനി ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക, ഇനി ഞാൻ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ എങ്ങനെ എത്തിപ്പെടും, ഇനി ഫോർ എക്സാമ്പിൾ GCC പോലുള്ള കൺട്രിയിൽ എനിക്ക് എങ്ങനെ നല്ല റെപ്യൂട്ടഡ് കമ്പനിയിൽ ജോലി കിട്ടും. അതുപോലെ നമുക്ക് ഒരുപാട് സംശയങ്ങളും ഒരുപാട് മനസ്സിൽ അലട്ടുന്ന ഒരുപാട് ചോദ്യങ്ങളുമായിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നത്. എന്ത് കാരണത്താൽ? ഇംഗ്ലീഷ് അറിയാത്ത കാരണത്താൽ. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ വേണ്ടി ഒന്ന് പരിശ്രമിച്ചു നോക്കിയാലോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്രാമറിന്റെ 10ാമത്തെ ഭാഗമാണ്. എന്താണ്? ഗ്രാമറിന്റെ 10ാമത്തെ ക്ലാസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫ്യൂച്ചർ ടെൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് അല്ലേ, നമ്മൾ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ അല്ലേ. അതിൽ 1ാമത്തെ ഫോം എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ അല്ലേ. എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാല്? ഭാവി കാലം. ഭാവിയിൽ നമ്മൾ ഇന്നതൊക്കെ ചെയ്യും എന്ന് മുൻകൂട്ടി പറയുന്നതാണ് എന്ത്? ഫ്യൂച്ചർ. എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ എന്നുള്ളത്? ഫോർ എക്സാമ്പിൾ, ഞാൻ വരും, ഞാൻ വായിക്കും, ഞാൻ ഉറങ്ങും, ഞാൻ എഴുതും, ഞാൻ വാങ്ങിക്കും, ഞാൻ കുടിക്കും, ഞാൻ കഴിക്കും, ഞാൻ കളിക്കും, ഞാൻ സംസാരിക്കും, ഞാൻ പോകും, ഞാൻ പഠിക്കും, അതുപോലെ തന്നെ ഞാൻ ഓടും, ഞാൻ ധരിക്കും, ഞാൻ ഇരിക്കും. കണ്ടോ, നമ്മൾ ഭാവിയിൽ എന്താ പറയാ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഭാവിയിൽ നമ്മൾ മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഭാവിയിൽ കാണുന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ആയിട്ട് സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതിൽ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് അടുത്തത് മനസ്സിലാക്കേണ്ടത്. എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഷാള്, വില്ല്, വെർബ് ഫസ്റ്റ് ഫോം ആണ് വരുന്നത്. എന്താണ്? ഈ സ്ട്രക്ചർ ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഷാള്, വില്ല്, അതുപോലെ വെർബ് ഫസ്റ്റ് ഫോം ആണ് ഇതിന്റെ എന്താ പറയുക സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഗ്രാമറിന്റെ 10ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫ്യൂച്ചർ ടെൻസിൽ 1ാമത്തെ ഫോം ആയിട്ടുള്ള എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ആണ് പഠിക്കുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവി കാലം. ഞാൻ പഠിക്കും, ഞാൻ നന്നായി പഠിക്കും, ഞാൻ എക്സാം നല്ല നിലയിൽ പാസ്സാകും, ഞാൻ ഡ്രൈവിംഗ് പഠിക്കും അല്ലെ, ഞാൻ എന്താ ഡ്രൈവിംഗ് പഠിക്കും, ഞാൻ നീന്താൻ പഠിക്കും അല്ലെ, സ്വിമ്മിങ് അല്ലെ, ഞാൻ നീന്താൻ പഠിക്കും. അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ നന്നായി പഠിക്കും, ഞാൻ എക്സാമിൽ വിജയിക്കും, ഞാൻ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും അല്ലെ. ഇംഗ്ലീഷ് ഇപ്പൊ എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, എന്നിട്ട് നമ്മൾ പറയുന്നത് ഞാൻ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും. ഇത് നമ്മൾ മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുക. എന്താണ്? ഭാവി. അതിനാണ് നമ്മൾ ഭാവി കാലം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ഫോർ എക്സാമ്പിൾ, കം എന്ന് പറഞ്ഞാൽ വരുക, റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക, അതുപോലെ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക, ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക, ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക, ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക, പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ പറയാ കളിക്കുക, അതുപോലെ സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, ഗോ എന്ന് പറഞ്ഞാൽ പോകുക, സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കുക, അതുപോലെ തന്നെ റൺ എന്ന് പറഞ്ഞാൽ ഓടുക, വിയർ എന്ന് പറഞ്ഞാൽ ധരിക്കുക, സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇരിക്കുക. കണ്ടോ, നമ്മൾ ക്രിയ കണ്ട വെർബ് ഫസ്റ്റ് ഫോം ആണ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇതിൽ നമ്മൾ അടുത്തതായി മനസ്സിലാക്കേണ്ട സംഭവം എന്താ അറിയോ? ഐന്റെയും വീന്റെയും കൂടെ എന്താണ്? ഐന്റെയും വീന്റെയും കൂടെ മാത്രമേ നമ്മൾ ഈ ഷാൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. എന്താണ്? ഐ വി സബ്ജക്റ്റുകൾ മനസ്സിലായിക്കോളൂ. ഐ വി ഇവയുടെ കൂടെ മാത്രമേ ആര് ഉപയോഗിക്കാൻ പാടുള്ളൂ? ഷാൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. യു, ദേ, അതുപോലെ എന്ത് ചെയ്യുന്നു? ഹി, ഷീ ഇവയുടെ കൂടെ വില്ല് ഉപയോഗിക്കാം. പക്ഷെ ഐന്റെയും വീന്റെയും കൂടെ സാധാരണ നമ്മൾ എന്താ പറയാ നോർമൽ ആയിട്ട് നമ്മൾ
വില്ല് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കി നോക്കാം. എന്താണ് ഫ്യൂച്ചർ ടെൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവി കാലം. എഴുതും, ഉറങ്ങും, സംസാരിക്കും, പറയും, പാടും എന്ന് പറയാൻ ഒരുപാട് നമ്മൾ കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ ഐ ഷാൾ കം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ വരും. വി ഷാൾ കം എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ വരും. യു വിൽ കം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ വരും. ദേ വിൽ കം എന്ന് പറഞ്ഞാൽ എന്താണ് അവർ വരും. ഹി വിൽ കം എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ വരും. ഷീ വിൽ കം എന്ന് പറഞ്ഞാൽ എന്താണ് അവൾ വരും. കണ്ടോ, ഐ ഷാൾ കം ഹിയർ ഞാൻ ഇവിടെ വരും. വി ഷാൾ കം ഹിയർ ഞങ്ങൾ ഇവിടെ വരും. അതുപോലെ യു വിൽ കം ഹിയർ നിങ്ങൾ ഇവിടെ വരും. ദേ വിൽ കം ഹിയർ അവർ ഇവിടെ വരും. ഹി വിൽ കം ഹിയർ അവൻ ഇവിടെ വരും. ഷീ വിൽ കം ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണ് അവൾ ഇവിടെ വരും. കാരണം വളരെ സിമ്പിൾ ആയി നമുക്ക് മനസ്സിലായില്ലേ. ഇനി എന്താണ് റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക. ഐ ഷാൾ റീഡ് ഞാൻ വായിക്കും. കണ്ടോ, ഞാൻ വായിക്കും. റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വായിക്കാൻ. ഐ ഷാൾ റീഡ് ഞാൻ വായിക്കും. വി ഷാൾ റീഡ് ഞങ്ങൾ വായിക്കും. യു വിൽ റീഡ് നിങ്ങൾ വായിക്കും. ദേ വിൽ റീഡ് അവർ വായിക്കും. ഹി വിൽ റീഡ് അവൻ വായിക്കും. ഷീ വിൽ റീഡ് അവൾ വായിക്കും. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായില്ലേ. ഹി വിൽ റീഡ് എന്ന് പറഞ്ഞാൽ അവൻ വായിക്കും. ഷീ വിൽ റീഡ് എന്ന് പറഞ്ഞാൽ അവൾ വായിക്കും. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. കണ്ടോ, ഐ വിൽ സ്ലീപ്പ് ഞാൻ ഉറങ്ങും. ഐ വിൽ സ്ലീപ്പ് ഞാൻ ഉറങ്ങും. ഫോർ എക്സാമ്പിൾ ഐ വിൽ സ്ലീപ്പ് എന്ന് നമുക്ക് ഉപയോഗിക്കട്ടോ, തെറ്റില്ല. ഐ ഷാൾ സ്ലീപ്പ് ഞാൻ ഉറങ്ങും. വി ഷാൾ സ്ലീപ്പ് ഞങ്ങൾ ഉറങ്ങും. യു വിൽ സ്ലീപ്പ് നിങ്ങൾ ഉറങ്ങും. ദേ വിൽ സ്ലീപ്പ് അവർ ഉറങ്ങും. ഹി വിൽ സ്ലീപ്പ് അവൻ ഉറങ്ങും. ഷീ വിൽ സ്ലീപ്പ് അവൾ ഉറങ്ങും. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ. അടുത്ത് നോക്കാം. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതുക. എന്താണ് ഐ വിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതും. വി വിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുതും. അപ്പൊ ഇവിടെ ഷാളാണ് കൊടുക്കുന്നത് അല്ലേ. ഐ ഷാൾ റൈറ്റ് ഞാൻ എഴുതും. വി ഷാൾ റൈറ്റ് ഞങ്ങൾ എഴുതും. യു വിൽ റൈറ്റ് നിങ്ങൾ എഴുതും. ദേ വിൽ റൈറ്റ് അവർ എഴുതും. ഹി വിൽ റൈറ്റ് അവൻ എഴുതും. ഷീ വിൽ റൈറ്റ് അവൾ എഴുതും. കണ്ടോ, ബൈ എന്ന് പറഞ്ഞാൽ എന്താണ് വാങ്ങിക്കുക അല്ലെ. ഐ ഷാൾ ബൈ ഐ ഷാൾ ബൈ ഞാൻ വാങ്ങിക്കും. ഐ ഷാൾ ബൈ ഞാൻ വാങ്ങിക്കും. വി ഷാൾ ബൈ ഞങ്ങൾ വാങ്ങിക്കും അല്ലെ. യു വിൽ ബൈ നിങ്ങൾ വാങ്ങിക്കും. ദേ വിൽ ബൈ അവർ വാങ്ങിക്കും. ഹി വിൽ ബൈ അവൻ വാങ്ങിക്കും. ഷീ വിൽ ബൈ അവൾ വാങ്ങിക്കും. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ. അടുത്തെന്താണ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ഷാൾ ഡ്രിങ്ക് ഞാൻ കുടിക്കും. വി ഷാൾ ഡ്രിങ്ക് ഞങ്ങൾ കുടിക്കും. യു വിൽ ഡ്രിങ്ക് നിങ്ങൾ കുടിക്കും. ദേ വിൽ ഡ്രിങ്ക് അവർ കുടിക്കും. ഹി വിൽ ഡ്രിങ്ക് അവൻ കുടിക്കും. ഷീ വിൽ ഡ്രിങ്ക് അവൾ കുടിക്കും. കണ്ടോ, വളരെ സിമ്പിൾ ആണ് അല്ലേ. ഈറ്റ് ഒന്നും കൂടെ നോക്കാം. ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കഴിക്കുക. ഐ ഷാൾ ഈറ്റ് എന്താ പറയാ ഐ ഷാൾ ഈറ്റ് ഞാൻ കഴിക്കും. വി ഷാൾ ഈറ്റ് ഞങ്ങൾ കഴിക്കും. യു വിൽ ഈറ്റ് നിങ്ങൾ കഴിക്കും. ദേ വിൽ ഈറ്റ് അവർ കഴിക്കും. ഹി വിൽ ഈറ്റ് അവൻ കഴിക്കും. ഷീ വിൽ ഈറ്റ് അവൾ കഴിക്കും. കണ്ടു, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായില്ലേ. ഒന്നുകൂടെ നോക്കാം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. 10ാമത്തെ ക്ലാസ് ആണ് ഗ്രാമറിന്റെ. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഭാവിയിലെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവി കാലം അല്ലേ. എന്താണ് അതിൽ ഒന്നാമത്തത് എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവി കാലത്തെ പറയുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ അല്ലെ. ഭാവി മുൻകൂട്ടി കാലം. ഞാൻ നന്നായി കുളിക്കും അല്ലെ. ഞാൻ നന്നായി എന്താ പറയാ ഭക്ഷണം കഴിക്കും. ഞാൻ നന്നായി എക്സസൈസ് ചെയ്യും അല്ലെ. എക്സസൈസ് ഒക്കെ ചെയ്യാന്ന് പറയില്ലേ. ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും. ഞാൻ നന്നായിട്ട് എന്റെ ശരീരം കാത്തു സൂക്ഷിക്കും അല്ലെ. അല്ലെങ്കിൽ ഞാൻ നന്നായി എന്താ പറയാ നന്നായി പഠിക്കും. എനിക്ക് എക്സാമിന് നല്ല മാർക്ക് നല്ല മാർക്ക് മേടിക്കും അല്ലെ. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. പല കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നില്ലേ. ഞാൻ നല്ലൊരു ജോലി മേടിക്കും എന്നുള്ളത് ജോലി കിട്ടാത്ത ആളുകളുടെ ഒരു സ്വപ്നല്ലേ. അത് ഞാൻ എക്സാമിന് നല്ല മാർക്ക് മേടിക്കും എന്നുള്ളത് എക്സാം പഠിച്ചു എന്താ പറയാ കോളേജുകളിലും അതുപോലെ സ്കൂളുകളിലും പഠിച്ചു വിദ്യാർത്ഥികൾക്കുള്ള ഒരു ആഗ്രഹമല്ലേ. അപ്പൊ അതൊക്കെ ചെയ്യും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് കേട്ടോ.
കം എന്ന് പറഞ്ഞാല് ഞാൻ വരും അല്ലെ. ഇത് നമ്മൾ ഈ ടെൻസ് വെച്ച് അടുത്തെന്താണ് സബ്ജക്റ്റ് പ്ലസ് ഷാള് വില്ല് വെർബ് ഫസ്റ്റ് ഫോം. എന്താണ് ആദ്യം സബ്ജക്റ്റ് വരും. എന്താണ് പ്ലൂരൽ സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്റ്റ് അയ്യോ ദേവി ഈശിറ്റ് എവിടെ അല്ലേ. അതിന്റെ കൂടെ ഐന്റെയും വീന്റെയും കൂടെ ഷാൾ ഉപയോഗിക്കും. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിന്റെ കൂടെയും വില്ല് ഉപയോഗിക്കുക. ഐന്റെയും വീന്റെയും കൂടെ വേണമെങ്കിൽ വില്ല് ഉപയോഗിക്കുക. നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. അപ്പൊ വെർബ് ഫസ്റ്റ് ഫോം ആണ് വരുന്നത്. വെർബ് ഫസ്റ്റ് ഫോം. അതുപോലെ കമ്മ് ഈ സംഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വരും? കമ്മ് എന്നുള്ളത് വരും. റീഡ് എന്നുള്ളത് വായിക്കും അല്ലെ. സ്ലീപ്പ് എന്നുള്ളത് ഉറങ്ങും. റൈറ്റ് എന്നുള്ളത് എഴുതും. അതുപോലെ ബൈ എന്നുള്ളത് മേടിക്കും അല്ലെങ്കിൽ ഡ്രിങ്ക് എന്നുള്ളത് കുടിക്കും. ഈറ്റ് എന്നുള്ളത് കഴിക്കും. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കും. സ്പീക്ക് എന്നുള്ളത് സംസാരിക്കും. ഗോ എന്നുള്ളത് പോകും. സ്റ്റഡി എന്നുള്ളത് പഠിക്കും. അതുപോലെ റൺ എന്ന ഓടും. വിയർ എന്നുള്ളത് ധരിക്കും. സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇരിക്കും. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നമുക്ക് 2-3-4 എക്സാംസ് പുതിയത് നോക്കി നോക്കെ അല്ലെ. ഞാൻ നാളെ അദ്ദേഹത്തെ കാണും. ഞാൻ നാളെ അദ്ദേഹത്തെ കാണും. എന്താണ് ഐ ഷാൾ സീ ഹിം ടുമോറോ. എന്താണ് ഐ ഷാൾ സീ ഹിം ടുമോറോ. ഞാൻ നാളെ അദ്ദേഹത്തെ കാണും. ഐ വിൽ സീ ഹിം ടുമോറോ എന്നും വേണമെങ്കിൽ എന്നിങ്ങനെ വേണമെങ്കിലും നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. എന്താണ് താങ്കളുടെ ആജ്ഞകൾ ഞങ്ങൾ അനുസരിക്കും. താങ്കളുടെ ആജ്ഞകൾ ഞങ്ങൾ അനുസരിക്കും. എന്താണ് we shall obey your orders. we shall obey എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. എന്താണ് ഓർഡേഴ്സ് ആജ്ഞകൾ. we shall obey your orders. അതുപോലെ ഞാൻ നിങ്ങളെ ഗ്രാമർ പഠിപ്പിക്കും. എന്താണ് ഞാൻ നിങ്ങളെ ഗ്രാമർ പഠിപ്പിച്ചിരിക്കും. എന്താണ് ഐ ഷാൾ ടീച്ച് യു ഗ്രാമർ. ഐ ഷാൾ ടീച്ച് യു ഗ്രാമർ. ഞാൻ നിങ്ങളെ ഗ്രാമർ പഠിപ്പിക്കും എന്നൊക്കെ പറയാട്ടോ. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ടെൻസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.